ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ വീഡിയോയുടെ തുടക്കം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊരു ഫുഡ് വ്ളോഗാണോ എന്നുള്ളത്. പക്ഷേ ഇതൊരു ഫുഡ് വ്ളോഗല്ല കേട്ടോ, ഇതൊരു മിനി വ്ളോഗാണ്. മിനി വ്ളോഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം വീണ്ടും എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ് കേട്ടോ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ +2 മുതൽ എൻ്റെ ഒപ്പമുള്ള എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം 2 പേരാണ്. ഓൾറെഡി കുറച്ച് മുന്നുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അവരിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ശ്രുതിനെയും ഹഫ്സത്തിനെയും. അപ്പം അവരിനെ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും കാണുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ അവരിനെ ഈ ഒരു ടൈമിൽ, ഒരു ഓണത്തിൻ്റെ ടൈമിലൊക്കെ ആയിട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് മോർണിംഗ് നേരത്തെ തന്നെ എൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ ചിക്കൻ്റെ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു കോയമ്പത്തൂർ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് ദം ബിരിയാണി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ചെയ്ത് റെഡിയാക്കിയ ശേഷം വേഗം പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കി മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നൈറ്റിക്കൊന്നും നമുക്ക് പിന്നെ പണിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് ഉദ്ദേശിച്ച് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് സൺഡേ നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. ഏതാനും മിനിറ്റുകൾക്കൊക്കെ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പോൾ സെറ്റായി വന്നപ്പോൾ നമുക്ക് ഇതൊന്നും കഴിക്കാണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിട്ട് അപ്പോൾ കുറച്ചെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ടേസ്റ്റ് നോക്കണ പോലെ. എനിക്ക് കടയത്തെ ബിരിയാണികളെ കാട്ടിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത്, ഉമ്മ ഉണ്ടാക്കുന്ന സമയത്ത്, ഫ്രണ്ട്സ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്തൊക്കെയാണ് കേട്ടോ. അപ്പം അതെനിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി പണി കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഒരു ടാസ്ക് അതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഷാനിക്ക പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മോർണിംഗ്. അപ്പോൾ പോയി വരുന്ന സമയത്ത് ഉഴുന്നുവട കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിന്ന് പാസ്തയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത് രണ്ടും മിക്സായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല, ഇങ്ങനെയല്ല ഞാൻ കഴിക്കാറുള്ളത്. കാരണം ഇന്ന് വേഗം പോകണം. ഇപ്പോൾ ടൈം ഓൾറെഡി വൈകിട്ടുണ്ടായിരുന്നു, ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എടുത്തോളൂ കേട്ടോ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കാണുക, അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ളവരെ കാണുന്ന സമയത്തൊക്കെ നമുക്ക് അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ചെല്ലണം എന്നുള്ള ചിന്തയിലുണ്ടാവുള്ളൂ. ഉമ്മറത്ത് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയുണ്ട്, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ആകെ മൊന്ത കെട്ടി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ വ്ളോഗ് കുറച്ച് ദിവസം മുന്നത്തെ വ്ളോഗാണ് കേട്ടോ. ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്തുള്ള ചാല് പണിതുകൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു ടൈമിൽ. പക്ഷേ ഇപ്പോൾ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ഈ അടുത്ത വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാ എൻ്റെ സ്കൂട്ടീനെ മുക്കിലാട്ടോ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാലിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിലേക്കൊക്കെ കയറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനും അയാനും കൂടിയിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോണത് കേട്ടോ. ഞാൻ +1 +2 പഠിച്ചത് ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫ്രണ്ട്സും അവിടെ ഉള്ളവരാണ് കേട്ടോ. ആ ഒരു ഏരിയയിൽ, ഷൊർണൂർ ഏരിയയിലൊക്കെ ഉള്ളവരാണ്. അപ്പം നമ്മളുടെ മീറ്റിങ്സ് എപ്പോഴും ചെറുതുരുത്തിയിലോ അല്ലെങ്കിൽ ഷൊർണൂരിലൊക്കെ വെച്ചിട്ടായിരിക്കും. ഞാനിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള കലാമണ്ഡലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വട്ടം മാത്രമാണ് ഇങ്ങോട്ട് പോയിട്ടുള്ളൂ. അത് ഞാൻ +1 +2 പഠിക്കുന്ന സമയത്തേനാണ് കേട്ടോ. അപ്പം നമ്മൾ ചെറുതുരുത്തി ഇവിടെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഹഫ്സത്തിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹഫ്സത്ത് വന്നിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് പോകണം. അപ്പം അങ്ങനെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോട്ടൊക്കെ വാങ്ങി. ഞാൻ 2 കോട്ട് എടുത്തു എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തപ്പി നോക്കിയപ്പോൾ ഒരെണ്ണം കണ്ടുള്ളൂ കേട്ടോ. ഒരെണ്ണം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം മറന്നുപോയി. അപ്പോൾ അയാൾക്ക് വേണ്ടി ഒരു കോട്ടും കൂടി വാങ്ങിട്ടോ. അപ്പം ഇവിടെയാണ് ഹഫ്സത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹഫ്സത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പയ്യാനാണെങ്കിൽ ന്യൂ കോട്ടിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. ആക്ച്വലി കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റ്. അപ്പം ഞാനും അയാനും കൂടിയിട്ട് ഭാരതപ്പുഴയുടെ തീരത്തേക്ക് പോയിട്ടോ. അപ്പം അവിടെ വന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ എത്തിയപ്പോൾ അയാനും ആണെങ്കിൽ എന്നെയിട്ട് പിണങ്ങിയിരിക്കാൻ കേട്ടോ. അപ്പം പിന്നെ അവനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവൻ്റെ പിണക്കം മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പം ഹഫ്സത്ത് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പറ്റിച്ചിട്ടോ. അവൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പം അവൾ വന്നിട്ട് വേണം ശ്രുതിയുടെ വീട്ടിലേക്ക് പോകാൻ. ഫൈനലി ഹഫ്സനെ നമ്മൾ കണ്ടുമുട്ടി. അതിനുശേഷം നമ്മൾ ശ്രുതിയുടെ വീട്ടിലേക്ക് പോവാണ്. അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. ആക്ച്വലി നമ്മൾ ശ്രുതിയുടെ വീട്ടിൽ പോയിട്ട് ഇറങ്ങിയ ശേഷമാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കണത്. നമ്മൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നതും അവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കണില്ല. ആക്ച്വലി ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിന് ഇത്രയും സമയം എടുക്കാൻ കാരണം ശ്രുതി കാനഡയിലാണ് വർക്ക് ചെയ്യണത്. ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് അവൾ നാട്ടിലേക്ക് ഇപ്പോൾ ലീവിന് വന്നിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാനും ഹഫ്സത്തും കൂടിയിട്ട് അവളെ മീറ്റ് ചെയ്യാൻ പോയതാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും എപ്പോൾ വേണമെങ്കിലും കാണാം. പക്ഷെ എന്നാലും ശ്രുതി ഇല്ലാതെ മീറ്റ് ചെയ്യണതിനൊരു സുഖമില്ല. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും അങ്ങനെ മീറ്റ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. അവളും കൂടി വന്നു കഴിഞ്ഞാലാണ് ഞങ്ങൾ കൂടുതലും മീറ്റ് ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ ഒരു 5-6 മാസം കൂടുമ്പോഴാണ് ഞാൻ ഹഫ്സത്തും തമ്മിൽ മീറ്റ് ചെയ്യണത്.
അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള എൻ്റെ 2 ഫ്രണ്ട്സാണ് കേട്ടോ അവർ. ഇവരെ മീറ്റ് ചെയ്യുന്ന ടൈമൊക്കെ എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഡേയ്സ് ആയിരിക്കും. കാരണം എൻ്റെ +1 +2 ലൈഫൊക്കെ തിരിച്ച് കിട്ടുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആണ് കേട്ടോ അവരായിട്ട് മീറ്റ് ചെയ്തിട്ട് അവരായിട്ട് ഹാപ്പി ആയിട്ട് നടക്കുന്ന കുറച്ച് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. സുഹൃത്ത് വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പം വൈകുന്നേരം ആയിട്ടോ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഇവിടുന്ന് നമുക്ക് സ്നാക്സ് കഴിക്കാമെന്ന് ഹഫ്സത്ത് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ ചെറുതുരുത്തിയിലുള്ള കിസ്മീസിൽക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പം ഇവിടെ കിസ്മീസ് കുറച്ച് ദിവസമായിട്ട് പൂട്ടി കിടക്കായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ വന്ന സമയത്ത് പൂട്ടി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീണ്ടും റീഓപ്പൺ ചെയ്താൽ തോന്നുന്നു. ഇനി അതെന്താ സംഭവം എന്നുള്ള അറിയില്ല. ആക്ച്വലി ഇവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ട് ചെയ്തത് ഗൈസ്. കാരണം എൻ്റെ മോനെ എൻ്റെ ഫ്രണ്ടിനെക്കാട്ടി ഹൈറ്റ് വെച്ചിരിക്കുള്ളൂ. അവന് എൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. എൻ്റെ അടുത്തെത്തിയിട്ടില്ല. എൻ്റെ അടുത്തെത്തണമെങ്കിൽ കുറച്ചും കൂടി ഡിസ്റ്റൻസ് വേണം. അപ്പോൾ ഞാൻ അവർ രണ്ടാളെയും കൂടി നിർത്തി നോക്കിയതാട്ടോ. നോക്കുമ്പോൾ സംഭവം ശരിയാണ്, അവളെക്കാട്ടി ഹൈറ്റ് എത്തിക്കണം. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് മീറ്റ് ചെയ്തത്. ആ സമയത്തൊന്നും ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഹൈറ്റൊക്കെ വെച്ചത് മാഷാഅല്ലാഹ്. അപ്പം നമ്മളവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന് സ്നാക്സൊക്കെ കഴിച്ച ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് സത്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ 2 ഫ്രണ്ട്സിനെ കണ്ടിട്ട് കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. കണ്ടിട്ട് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റാ, ടേക്ക് കെയർ.